ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സ്കേറ്റിംഗ് ബോർഡ് നോക്കാൻ പോകണതാണ്. മേടിക്കത്തില്ല, ചുമ്മാ നോക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡെക്കാത്തലോന്നാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡെക്കാത്തോണിലാണ്, നമ്മുടെ വൈറ്റിലെ ബ്രാഞ്ചിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കേറ്റിങ്ങിലുള്ള സാധനങ്ങളൊക്കെ നോക്കാനും എമൗണ്ടൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അനൂസ് കുറേ നാളായിട്ട് സ്കേറ്റിങ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ അവൾ പ്രാക്ടീസൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ക്ലാസ്സൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഏത് ഷൂ ഒക്കെയാണ് നല്ലതെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ സ്കേറ്റിങ്ങിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോഴേക്കും ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സ്കേറ്റിംഗ് ബോർഡിൻ്റെ ആണെങ്കിലും സ്കൂട്ടറിൻ്റെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ തലയിലുള്ള ഹെൽമെറ്റ് തൊട്ട് താഴ്ത്ത് വെക്കുന്ന ആ സ്കൂട്ടർ വരെ പല ബ്രാൻഡിലും നമുക്ക് അവൈലബിൾ ആണ്. പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അവർ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ ഒക്കെ ഓടിച്ചൊക്കെ നടക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവിടുത്തെ ചേട്ടൻ നമുക്ക് എല്ലാം പറഞ്ഞൊക്കെ തരും കേട്ടോ. ഇവിടെ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തേക്കുന്നത് ബിഗിനേഴ്സിന് വേറെ, അതിന് കുറച്ചും കൂടി യൂസ് ചെയ്യുന്നവർക്ക് വേറെ, അങ്ങനത്തെ രീതിയിലായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതനുസരിച്ച് ഇപ്പോൾ നമ്മൾ ബിഗിനറാണ്, നമുക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ ഇവിടുത്തെ പയ്യനോട് നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ കറക്റ്റായിട്ടുള്ള നമുക്ക് ഏതാണ് നമ്മുടെ കാലിനൊക്കെ അനുയോജ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. ഇവിടുത്തെ കസ്റ്റമർ സർവീസും അടിപൊളിയാണ്. നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് നമുക്ക് ഓരോന്നും പറഞ്ഞു തന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്കേറ്റിംഗ് സ്കൂട്ടർ ഇങ്ങനത്തെ സ്കേറ്റിംഗ് ബോർഡാണ് നമ്മൾ മേടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്കേറ്റിംഗ് സ്കൂട്ടർ കണ്ടു. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് 9,000 രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് സ്കേറ്റിംഗ് സ്കൂട്ടർ. അതുപോലെ തന്നെ വേറെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ടുള്ള അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പയ്യനായിട്ട് നമുക്ക് സർവീസിന് ഉണ്ടായിരുന്നത്. അടിപൊളിയാണ്. അവനെല്ലാം പറഞ്ഞു തന്നിട്ട്. അപ്പോൾ അവനോട് പറഞ്ഞു അറിയത്തില്ല, നമ്മൾ ഇതിനൊന്നും ട്രെയിനിങ്ങിനും കാര്യങ്ങളൊന്നും പോയിട്ടില്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അനൂസിൻ്റെ ഇഷ്ടം അനുസരിച്ച്, അനൂസിൻ്റെ കാലിൻ്റെ സൈസ് അനുസരിച്ച് അവൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്കേറ്റിംഗ് സ്കൂട്ടറാണ് അവൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവൾക്ക് അറിയത്തില്ല എങ്ങനെ ഓടിക്കണമെന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അവൻ ഓരോന്നും ട്രെയിൻ ചെയ്ത് കൊടുക്കണേ, എങ്ങനെയാണ് ഓടിക്കണം, എങ്ങനെ വീഴാതെ എങ്ങനെ നടക്കാം, എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. ഈ സ്കേറ്റിംഗ് സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോഴേക്കും ആദ്യം ഭയങ്കര പേടിയായിരിക്കും അല്ലേ, നമുക്ക് ബാലൻസ് ചെയ്ത് എങ്ങനെ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ബേസിക്കൊന്നും അറിയാത്ത കുട്ടികളാണിത് ട്രൈ ചെയ്യണമെങ്കിൽ അവിടെ എന്തായാലും മുന്നും കുത്തി വീഴും, അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ട്രെയിനേഴ്സ്, ഇങ്ങനത്തെ പയ്യന്മാർ നമുക്ക് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവർ ഓരോരോ ബേസിക്കായിട്ട് സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു. ആദ്യം കുറച്ച് നെർവസ് ആണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവൾ തന്നെ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് അവൾ ചെയ്യണ കണ്ടപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, മേടിച്ചു കൊടുത്താൽ ഓക്കെ നല്ലതായിരിക്കും, അവൾക്ക് അത് യൂസ്ഫുള്ളായിരിക്കുമെന്ന് തോന്നി. നമുക്ക് അപ്പോൾ ബേസായിട്ട് വേണ്ടത് ഇങ്ങനെ നമ്മൾ നടുവ് കുനിച്ചിട്ട്, അതായത് കൈ ബാലൻസ് വെച്ചിട്ട് വേണം നടക്കാനായിട്ട്. അങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മൾ വീഴാതെ നടക്കുന്ന കേട്ടോ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇൻ കേസ് വീഴേണ്ട ഒരു സാഹചര്യം വന്നാലും മുട്ടുകുത്തി പെട്ടെന്ന് ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട. അതനുസരിച്ച് നടക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതുവഴി ഒന്ന് നടത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് അവിടം വരെ പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ പതുക്കെ ആ ചേട്ടൻ പറയുന്നതനുസരിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനൂസ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഷൂവും ഹെൽമെറ്റും അങ്ങനെ എല്ലാം കൂടെ നമുക്കൊരു 7,000 റേറ്റ് വരുന്നുണ്ട്. അതായത് ഷൂവിനൊക്കെ ഒരു 3,000 എബവും ഹെൽമെറ്റിനും ഒരു 1,500 എബവും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുട്ടിലൊക്കെ വെക്കണം. ഇപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടില്ല, മുട്ടിൽ വെക്കുന്ന ബെൽറ്റും കയ്യിലൊക്കെ ഉള്ള ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് 7,000 എബവ് ആണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. ഇല്ല നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ മേടിക്കും. ഇപ്പോൾ ഷൂ മാത്രമാണ് അല്ലെങ്കിൽ ഹെൽമെറ്റ് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ റേറ്റൊക്കെ അറിയാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഡെക്കാത്തോണിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവൾക്ക് പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സ്കേറ്റിങ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതുവരെ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ
തലയിടിച്ച് വീഴും അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പൊതുവേ സപ്പോർട്ട് ചെയ്യാതിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് അവൾക്ക് കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നന്നായിട്ട് സ്കേറ്റിങ് ചെയ്യണ കണ്ടപ്പോഴേക്കും എനിക്കും ഒരു മനസ്സിലൊരു കോൺഫിഡൻസ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവളുടെ കാലിനും അവൾക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഷൂസും കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, നമ്മളിപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ കൂടെ അവരത് ഈസി ആയിട്ട് എങ്ങനെ പറഞ്ഞു തരും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി. അതുപോലെ തന്നെ അവളിപ്പോൾ ആ ചേട്ടനില്ലാതെ തന്നെ ഒറ്റയ്ക്ക് നടക്കുക. ഞാൻ ആദ്യമേ അവളെ വന്ന് ഇരുത്തി അത് കഴിഞ്ഞിട്ട് ഷൂ അയച്ചു വയ്ക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ തന്നെ അവൾ പറഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒറ്റയ്ക്ക് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനില്ലാതെ അവൾ ഒറ്റയ്ക്ക് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഴും കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പോൾ ഓൾറെഡി ആ പയ്യൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻ കേസ് വീഴുവാണെങ്കിലും മുട്ടുകുത്തി ഇരുന്നാൽ മതി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, തലയിടിച്ച് വീഴും അല്ലെങ്കിൽ മുട്ട് അങ്ങനെ ഒന്നും പറ്റും കാര്യമൊന്നുമില്ല, പതുക്കെ ചെയ്താൽ മതി. കുറച്ച് പ്രാക്ടീസ് ആയതിന് ശേഷം നമുക്ക് സ്പീഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നടക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഇത് അവൾ തന്നെ പോകണം കൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയിരുന്നു, മേടിച്ച് കൊടുക്കുക യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വേറൊരു ദിവസം വന്നിട്ട് ഇത് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആനിവേഴ്സറിന് ഗിഫ്റ്റായിട്ട് സർപ്രൈസായിട്ട് കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ഗിഫ്റ്റ്. അപ്പോൾ സ്കേറ്റിംഗ് ഒക്കെ അറിയാത്തവർ, സ്കേറ്റിംഗ് ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കേറ്റിംഗ് ഒക്കെ ചെയ്യണത് നല്ല അടിപൊളിയാണ്, ഹെൽത്ത് വൈസ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിമാണിത്. ആൻഡ് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ സ്കേറ്റിങ്ങിൽ. ഈ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലൊരു ഫിറ്റ്നസ്സാണ് ഈ ഒരു സ്കേറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആക്കാനും മസിൽസിനെയൊക്കെ ഒന്ന് ഗെയിൻ ചെയ്യാനൊക്കെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് സ്കേറ്റിംഗ്. ഇതേപോലത്തെ സൈക്ലിംഗ് പോലെയുള്ള ആക്ടിവിറ്റി ഇതൊക്കെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾ ചെയ്യുമ്പോഴേക്കും അതിൻ്റെതായ ഫിസിക്കലായിട്ടുള്ള മെൻ്റലായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആളോട് പറഞ്ഞ് അതൊക്കെ നമ്മൾ വന്നിട്ട് പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് സ്കേറ്റിങ്ങിൻ്റെ സാധനമൊക്കെ നമ്മൾ മാറ്റി വെച്ച് കഴിയുമ്പോഴേക്കാണ് സൈക്കിളിൻ്റെ സെക്ഷൻ കണ്ടത്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഒന്ന് സൈക്കിളൊന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ അവളുടെ ഡ്രീം സൈക്കിളാണ് അത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ.